അല്ല, ഞാന് അന്ന് മറ്റേ ബിൻസിയുടെ കേസിലാണെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പ്രതികരിക്കുന്നത്. പിന്നെ ചൊറിഞ്ഞെന്ന് വെച്ചാൽ ആ അനുമോളുടെ വൃത്തികെട്ട വാക്കുകൾ ആണാണോ മറ്റേതാണോ നീ മറ്റേതാണോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ ചൊറിയുന്നത്. മനസ്സിലായില്ലേ? ചില സംഭവങ്ങൾ ഗെയിമിന്റെ പുറത്ത് അതെനിക്ക് ഇഷ്ടമല്ല. ഗെയിമിന്റെ അടുത്തുള്ള ഗെയിമിന്റെ ഭാഗത്തിൽ പറഞ്ഞാൽ മതി. അല്ലാതെ ഉള്ളത് ക്യാരക്ടർ അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അത് അനുഭവിക്കാനായിട്ടുള്ള ഗട്ട്സും അവൾക്ക് വേണം. മനസ്സിലായില്ലേ? അത് പറയുമ്പോൾ അതിനുള്ള കിട്ടുന്ന വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെ സംഭവിക്കേണ്ടി വരും. അതാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് നെവിഞ്ഞൊന്നും ചോദിക്കുന്നല്ല, പറഞ്ഞെല്ലാം കണ്ടിട്ട് നീ ഒരു മുടി കെട്ടിക്കൊണ്ടാക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ പോലെ അങ്ങനെ കൾച്ചറില്ലാത്ത രീതിയിലേക്ക് ഞാൻ പോവില്ല. എന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഞാൻ ഇറിറ്റേറ്റ് ചെയ്താണ് എന്റെ പ്രതികരണം. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗട്സ് കൂടിയിട്ട് കാണിച്ചിട്ട് വേണം എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയട്ടെ. മനസ്സിലാക്കിയിട്ട് വേണം എന്റെ അടുത്ത് പെരുമാറാനോ. അല്ലാതെ ഞാനൊരു ഹീറോയിസം കാണിക്കുന്നതല്ല. എനിക്കുണ്ട് ഫീലിങ്സ്. നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നും ഒരാളെ പേഴ്സണൽ സംഭവം വെച്ച് ഒരിക്കലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് നിയമത്തിലല്ല. അപ്പൊ ഞാൻ നോക്കിച്ചു സീനായല്ലോ ഷാസ്ക. അപ്പൊ ആ സമയത്ത് എന്റെ മൈൻഡിൽ അനീഷ പറഞ്ഞ സത്യം പറഞ്ഞ എല്ലാം ഞാൻ മറന്നുപോയി.